ഹായ് ഗൈസ്, അപ്പൊ എന്റെ കയ്യിൽ ഒരു സാധനം കണ്ടോ. അപ്പൊ ഇത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവരും കർക്കിടകം വരുന്ന കാര്യങ്ങളൊക്കെ ആയില്ല. അപ്പൊ കർക്കിടകത്തിൽ കഴിക്കേണ്ട ഒരു ഫുഡാട്ടോ ഇത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പാചകം ചെയ്യുന്നില്ലല്ലോ. ഇന്ന് പാചകം ചെയ്യുന്നില്ല, നാളെയാ ചെയ്യുന്നുള്ളൂ. പാചകം നാളെ വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ പേര് തന്നെ ഉണ്ടോ, കർക്കിടക കഞ്ഞിക്കൂട്ട് കേട്ടാ. അപ്പൊ ഇതാണ് ഇതിന്റെ പേര്, കർക്കിടക കഞ്ഞിക്കൂട്ട്. അപ്പൊ ഈ കഞ്ഞിക്കൂട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നതെന്നുള്ള അമ്മ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, നമ്മള് കവർ പൊളിച്ചിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കർക്കിടക മാസത്തിലെ കഞ്ഞിക്കൂട്ടിന് 14 ഐറ്റംസ് ആണ് ഉണ്ടാവുക. അതില് ഫസ്റ്റിലത്തത് ചമയരി, ഇത് മുതിര, ഇത് പരിപ്പ്, ഇത് വമ്പാരി, ഇത് ഉണക്കലരി, ഇത് മുത്താറി, ഇത് ഉഴുന്ന്, ഇത് ചോളം, ഇത് ജീരകവും വെള്ളും, ഇത് ചെറുപയർ, ഇത് ഞവരരി, ഇത് ഗോതമ്പ്, ഇത് ഉലുവ. ഇതാണ് ഏറ്റവും കർക്കിടക്കൂട്ടിന് പ്രാധാന്യം എന്ന് പറയുന്ന സാധനം. കർക്കിടക കഞ്ഞി കുടിക്കുന്നത്, കർക്കിടക കഞ്ഞി കുടിക്കുന്ന എന്ന് പറയുന്നത് വെച്ചാല് നമ്മളെ ശരീരമെല്ലാം ഇളമപ്പെട്ടിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതൊരു ശരീരത്തിനൊരു ഒരു ബലം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഒന്നിക്കല് 15 ദിവസം കുടിക്കണം, അല്ലെങ്കിൽ 1 മാസം കഴിക്കണം. എന്നാല് ഒരു ശരീരത്തിനല്ല ഒരു ഉഷാർ ഉന്മേഷം എല്ലാം വരും എന്ന് പറയുന്നത്. അത് നമ്മള് കർക്കിടത്തിൽ പൊടിയെല്ലാം തിന്നുന്നില്ലേ, അതുപോലെ തന്നെ കഴിക്കുന്ന ഒരു കഞ്ഞി പോലത്തെ ഒരു കഞ്ഞി തന്നെ കഞ്ഞിയായത്. നമ്മൾ ഇന്ന് കർക്കിടത്തിന്റെ കഞ്ഞി നമ്മൾ വെക്കുന്നില്ല, കാരണം ഇത്രയും ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് കാണിച്ചതിന്റെ നാളെയാണ് വെക്കുന്നത്. കാരണം ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ധാന്യങ്ങളെല്ലാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ കോർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെയാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ആയിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് അവന്റെ വന്നിട്ടുണ്ട് എന്താണ് ഈ കർക്കിടത്തിലെ പൊടി എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കർക്കിടക പൊടി എന്നുള്ളത്. അപ്പൊ അതെന്താന്നുള്ള ചിലപ്പോ നമ്മൾ പൊടി ഉണ്ടാക്കുന്നുണ്ടാ, പൊടിയല്ല എള്ളു അവിലും, എള്ളു അവിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നാളെ ആ എള്ളു അവിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എള്ളു അവിലും കൂടി നാളെ ഇപ്രാവശ്യം നമ്മള് പൊടിയല്ല ഉണ്ടാക്കുന്ന പകരം എള്ളു അവിലാട്ടോ. അപ്പൊ അതിന്റെ കൂട്ടും കൂടി അമ്മ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, അത് കൂടി കാണിച്ചു തരാം. അവിലിന് വേണ്ടെന്ന് വെച്ചാൽ ഇതാ ഫസ്റ്റ് വെല്ലം വേണം കേട്ടോ. പിന്നെ അവില് എന്ന് വെച്ചാൽ നമ്മളെ വെള്ള അവിലും ഉണ്ട്, അതേപോലെ തന്നെ ചുവന്ന മറ്റേ അതായത് ഇത് നമ്മളെ മട്ടാവില്, ഇത് വെള്ളാവില്. വെള്ളാവിലുണ്ട് നിലങ്കടല, എള്ളുഅവില്, എള്ളും അതുപോലെ തന്നെ അവിലും മെയിൻ ആയിട്ടല്ലേ. ജീരകം. എന്ത് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വേറെ വ്ലോഗ് കാണിച്ചു ഒരുപാട് സാധനങ്ങൾ കൂട്ടണം. ചെറിയ മക്കൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് ഓക്കെ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന എന്തായാലും നാളെ നമ്മൾ കാണിച്ചു തരും കേട്ടാ. അപ്പോ അതുപോലെ തന്നെ കർക്കിടക കഞ്ഞു. അപ്പോ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് നമ്മളെ കർക്കിടക കഞ്ഞി എന്താന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഓക്കെ, ബൈ.